കൊരിന്ത്യർക്ക് എഴുതിയതാകുന്ന 2-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ അപ്പോസ്തലനാകുന്ന പൗലോസ് തൻ്റെ കൺക്ലൂഡിംഗ് റിമാർക്കായിട്ട്, അല്ലെങ്കിൽ അതുവരെ എഴുതിയതാകുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെ ഉപസംഹരിച്ചുകൊണ്ട് അതീവ പ്രാധാന്യമുള്ളതാകുന്ന വിഷയങ്ങൾ ആ സഭയോടും എല്ലാ കാലത്തുമുള്ള എല്ലാ ദൈവമക്കളോടുമുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യരുടെ 1-ാം ലേഖനവും ഇതേ മാതൃകയിൽ അവസാനിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ 11-ാമത്തെ വാക്യത്തിൽ മലയാളം വേദപുസ്തകത്തിൽ ഉള്ളതാകുന്ന ക്രമമനുസരിച്ച് നാം കാണുന്നതാകുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. 1, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ചില ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ എന്തുകൊണ്ടാണ് ആ ആദ്യത്തെ 1-2 പദങ്ങൾക്കുള്ളതാകുന്ന അല്പം വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിനുവേണ്ടി സമയമെടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ പകൽ സമയം നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന ആ 2-ാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചിന്തിപ്പാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മൾ കാണുന്നു പൗലോസ് ഈ വിശുദ്ധന്മാരെ അവരുടെ ഒരു യഥാസ്ഥാപനത്തിനായിട്ട് അവരായിരുന്നതാകുന്ന ആത്മീക അവസ്ഥയിൽ നിന്ന് അവർ വ്യതിചലിക്കുകയോ അല്ലെങ്കിൽ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് അവർ വരികയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് തൻ്റെ ലേഖനം അവസാനിക്കുമ്പോൾ ഇതൊരു ഭംഗി വാക്കുകളോ, ഇറ്റ് ഈസ് നോട്ട് എ വേർഡ് ഓഫ് ഗ്രീറ്റിംഗ്, ഇറ്റ് ഈസ് എ വേർഡ് ഓഫ് ഡോക്ട്രിൻ റാദർ. ഇത് ഒരു ആശംസയുടെ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന വാക്കുകളല്ല, നേരെ മറിച്ച് ഉപദേശപരമാകുന്ന വിഷയങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ സന്തോഷിപ്പീൻ എന്നുള്ളതാകുന്ന ആ വേദ ഭാഗം, ആ വാക്യം നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. ഇവിടെ പൗലോസ് ഇവരോട് ആവശ്യപ്പെടുന്നത് യഥാസ്ഥാനപ്പെടുവീൻ, ബി റെസ്റ്റോർഡ്. ചില ഭാഷാന്തരങ്ങൾ പറയുന്നു എയിം ഫോർ പെർഫെക്ഷൻ, എയിം ഫോർ റെസ്റ്റോറേഷൻ. യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, അവരായിരിക്കേണ്ട സ്ഥലത്ത്, അവരായിരിക്കേണ്ട അവസ്ഥയിൽ അവർ വന്നിട്ടില്ല. അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വരുവീൻ, എയിം ഫോർ ദാറ്റ്, അതിനുവേണ്ടി നിങ്ങൾ ലക്ഷ്യം വെപ്പീൻ എന്നാണ് അവരോട് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാലത്ത് ആ വഴിയിൽ അവർ യാത്ര ചെയ്തിരുന്നു, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം അവരുടെ യാത്രയ്ക്ക് ഗതി തെറ്റിയിട്ട് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പുരോഗതി വിട്ട് മറ്റ് പലതിലേക്ക് അവർ കടന്നുപോയി. കൊരിന്ത സഭയോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ ഈ 2 ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട്, അവർക്ക് നന്നായിട്ട് ഉപദേശം നൽകിക്കൊണ്ട്, ഇന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് മാനസാന്തരം ആവശ്യമാണ്, ഇന്ന വിഷയങ്ങളിൽ ക്രമീകരണം ആവശ്യമാണ്, വളരെ വ്യക്തതയോടെ താൻ അവരെ പ്രബോധിപ്പിക്കുന്നു. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ കക്ഷി ചേർന്നും പക്ഷം പിടിച്ചും ദൈവസഭയിൽ ഭിന്ന അഭിപ്രായമുള്ളവരായി ആയിരിക്കാനല്ല ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് 1-ാമത്തെ ലേഖനത്തിൽ തന്നെ നമ്മൾ കാണുന്നു. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ട്, അവരുടെ ഇടയിൽ പിണക്കമുണ്ട്, അവരന്യോന്യം പോരിന് വിളിക്കുന്നു. ഒരുവനോടൊരുവന് അന്യായമുണ്ടായാൽ ലോകത്തിൻ്റെ കോടതികളിലേക്ക് അവർ കടന്നു പോകുന്നു. ഇതിനെക്കുറിച്ചൊക്കെ കണ്ടിട്ട് പൗലോസ് പറയുന്നത്, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്നതുപോലെയല്ല, ജഡീകരെന്നതുപോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്നതുപോലെയേ എനിക്ക് സംസാരിപ്പാൻ
കഴിഞ്ഞുള്ളൂ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലായിരിക്കുന്ന ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലായിടത്തുമുള്ള എല്ലാ കാലത്തുമുള്ള സകല വിശുദ്ധന്മാരോടുമുള്ള ബന്ധത്തിൽ അവരുടെ ആത്മീക ജീവിതത്തിൻ്റെ ക്രമീകരണത്തിനുള്ള, അവരായിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ വരേണ്ടതിനുള്ള, അല്ലെങ്കിൽ അവരൊരു കാലത്ത് ആ അവസ്ഥയിൽ തുടർന്നിരുന്നു, എന്നാൽ വ്യതിചലിച്ചു പോയി, മടങ്ങി വരിക എന്നുള്ളതാകുന്ന ആഹ്വാനമാണ്. യഥാസ്ഥാനപ്പെടുവിൻ, ബി റെസ്റ്റോർഡ് എന്നതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ പകൽ സമയം ഈ കാര്യത്തെ ഞാൻ ദൈവവചനത്തിൽ നിന്നും ഒന്ന് ഉദാഹരിച്ച് എങ്ങനെയാണ് ദൈവത്തിങ്കലേക്കുള്ളതാകുന്ന ശരിയാകുന്ന യഥാസ്ഥാനം, മാനസാന്തരം, റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, ഏത് നിലയിലാണ് ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ഈ കാര്യം 2 ഉദാഹരണങ്ങൾ കൊണ്ട്, ദൈവവചനത്തിലെ 2 ഉദാഹരണങ്ങൾ കൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശാന്തതയോടെ, എനിക്ക് വളരെ പെട്ടെന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിലും എനിക്കതിന് ശരീരസ്ഥിതി അതിന് അനുവദിക്കാത്തതുകൊണ്ട് ശാന്തമായിട്ട് ആ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ആലോചന പ്രകാശിപ്പിച്ച് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും 2 ഉദാഹരണങ്ങളാണ് നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമ കാലത്ത്, ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായതാകുന്ന ഒരു യഥാസ്ഥാപനത്തിൻ്റെ ചിത്രം, അവരെ റെസ്റ്റോർ ചെയ്യുന്ന, അവരെ വീണ്ടും ദൈവത്തിങ്കലേക്ക് ദൈവം മടക്കി വരുത്തുന്ന ഒരു സംഭവം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മിസ്പയിൽ വെച്ച് ശമൂവേലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വാസ്തവമാകുന്ന യഥാസ്ഥാപനം, അല്ലെങ്കിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുക, ആ ഒരു പ്രത്യേക സംഭവം ശമൂവേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനു മുൻപായിട്ട് ഇസ്രായേലിൽ സംഭവിച്ചതാകുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ ശമൂവേലിൻ്റെ പുസ്തകവും അതുപോലെ പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമൊക്കെ വളരെ ഫ്രഷായിട്ട് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടും ആ ഭാഗം ഞാൻ തുടർച്ചയായിട്ട് ധ്യാനിക്കുന്നതാകൊണ്ടും ആണ് ഈ 2 ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് കഴിഞ്ഞത്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ യഹോവയുടെ പെട്ടകത്തോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നതാകുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ടു പോയതിനെ കുറിച്ച് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്. 1 ശമൂവേൽ 4-ാം അധ്യായം 21ഉം 22ഉം വാക്യങ്ങളിൽ, ദ ഗ്ലോറി ഈസ് ഡിപ്പാർട്ടഡ്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിരിക്കുന്നു. യഹോവയുടെ സാന്നിധ്യം അവരുടെ നടുവിൽ ഉണ്ടായിരുന്ന ഒരു നല്ല നാൾ അവർക്കുണ്ടായിരുന്നു. യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്ന പെട്ടകം അവരുടെ മധ്യേ ഉണ്ടായിരിക്കുകയും യഹോവയെ അവിടുത്തെ ദാസീദാസന്മാർ സേവിക്കുകയും ചെയ്ത ഒരു നല്ല കാലം അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഫെമിലാരിറ്റി ഓൾവേസ് ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഒരു കാര്യം തുടർച്ചയായി എന്നും ഒരു കാര്യത്തിന് എക്സ്പോസ് ചെയ്താൽ ശരിയായ നിലയിൽ ദൈവഭയമില്ലാതെ ഒരു കാര്യത്തിന് ദൈവികമാകുന്ന കാര്യങ്ങളിൽ
കാഷ്വലായി ചെയ്തു വരുന്ന, പതിവ് ചെയ്യുന്ന ലാഘവത്തോടെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1 മുതലുള്ളതാകുന്ന അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. യഹോവയുടെ സാന്നിധ്യം അവരുടെ മധ്യത്തിലുണ്ട്. എന്നാൽ they took it for granted. ദൈവിക സാന്നിധ്യത്തെ, യഹോവയുടെ മഹത്വത്തെ, യഹോവ അവരുടെ നടുവിൽ വസിക്കുന്നു എന്ന അതീവ ശ്രേഷ്ഠമാകുന്ന കാര്യത്തെ അവർ ലാഘവത്തോടെ കാണാൻ തുടങ്ങി. അതിൻ്റെ കാര്യം എന്താ? യഹോവ എന്നും അവിടെ നടുവിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഇതങ്ങ് ഫെമിലാരിറ്റിയായി. ഇതൊരു വലിയ അപകടമാണ്, ഫെമിലാരിറ്റി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാകുന്ന ഒരു കാര്യം, എല്ലാവരുടെയും കാര്യമല്ല, എന്നാൽ പൊതുവെ നാമൊക്കെ ഒരു സമയത്ത് അനേക നാമധേയ സമുദായങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സമൂഹങ്ങളിൽ നിന്ന് വന്നവരാ. എന്നാൽ തെറ്റോ ശരിയോ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അജ്ഞതയിലോ ആകട്ടെ, ഉപദേശത്തിൻ്റെ വിശുദ്ധിയില്ലായിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ ഇടയിൽ സാധാരണ കാണാത്ത ഒന്ന് ആ കൂട്ടങ്ങളിൽ ഉണ്ടായിരുന്നെന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ തീരൂ. കുറഞ്ഞ പക്ഷം അവരുടെ പരസ്യ ആരാധനയിലെങ്കിലും നിശബ്ദതയോടെ, ഭയഭക്തിയോടെ, ബഹുമാനത്തോടെ, ഹോളിയായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ അടുത്തു വരുന്നു എന്ന് പുറമേയെങ്കിലും കാണിച്ചുകൊണ്ട്, അകമയില്ലായിരിക്കാം, ഐ ഡോണ്ട് നോ, ഒരു ഭയമുണ്ട്. എന്നാൽ നമുക്കെന്ത് സംഭവിച്ചു? കുറച്ചുനാൾ ഇതങ്ങ് എക്സ്പോസ് ആയപ്പോൾ മനസ്സിലായതല്ല, അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. കുറച്ചുനാൾ എക്സ്പോസ് ആയപ്പോൾ മനസ്സിലായതല്ല, ആ വാക്ക് വേറൊരു വാക്ക് ഉപയോഗിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. മനസ്സിലായ കാര്യമല്ല, അങ്ങനെ അങ്ങ് ധരിച്ചു ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാ ആഴ്ചയിലും കർത്തൃമേശയുണ്ട്. കർത്തൃമേശയിൽ പ്രബോധനമുണ്ട്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും കേട്ട് അതിന്റെ ഗൗരവം എന്നോ നഷ്ടപ്പെട്ടു. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തന്നെത്താൻ ശോധന ചെയ്തില്ലെങ്കിൽ അനേകർ നിദ്ര കൊള്ളും, രോഗികളായി തീരും, ബലഹീനരായി തീരും എന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതാ. കേൾക്കാൻ തുടങ്ങി കുറച്ചുനാൾ അങ്ങനെ ചെയ്തിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. എന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ശമൂവേലിന്റെ പ്രവചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നതാകുന്ന വിഷയം, ബേത്ശെമേശ്യർ യഹോവയുടെ പെട്ടകത്തെ നോക്കിയതുകൊണ്ട് അവനവരെ സംഹരിച്ചു. നമ്മൊരു കാര്യം മനസ്സിലാക്കണം, we are dealing with holy God. പരിശുദ്ധനാകുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധിയോടാണ് നമ്മൾ ഇടപെടുന്നതെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഈ റെവറൻസിന് ദൈവം അന്നേരം തന്നെ ശിക്ഷ തരാത്തത് ഞാൻ പലപ്പോഴും
കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ദൈവം നീതിയായത് ചെയ്യാതെ, അനീതി ചെയ്യുന്നല്ല പറഞ്ഞ്, നീതിയായത് മാറ്റിവെച്ചിട്ട് കരുണ ചെയ്യാനായിട്ട് മനസ്സാകുന്നത് കൊണ്ടാണ് നാം പല കാര്യങ്ങളും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന മനോഭാവത്തിൽ തുടർന്നിട്ടും ദൈവം നമ്മോട് കരുണ ചെയ്ത് നമ്മെ ജീവനോടെ നിർത്തിയിരിക്കുന്നത്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതിനാ. അല്ലാതെ ദൈവത്തിൻ്റെ ദയയെ വില കുറഞ്ഞ ഒന്നായി കണക്കാക്കാനല്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഈ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. They took it for granted. യഹോവയുടെ പെട്ടകത്തെ, യഹോവയുടെ സാന്നിധ്യത്തെ വിലയില്ലാത്തതായി അവർ കരുതുന്ന കാര്യം ഒത്തിരി സംഭവങ്ങളുണ്ട്. എടുത്തു പറയാൻ എനിക്ക് സമയമില്ല. പുരോഹിതനോട് ദൈവം പറയുന്നതാകുന്ന കാര്യം, നീ എന്നെക്കാളും വലുതായിട്ട് ആരെയാ വലുതായിട്ട് കണ്ടത്? നിന്റെ മക്കളെയാ. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്നതാണെന്ന് ദൈവം വാൺ ചെയ്തു. പക്ഷെങ്കിൽ എന്നും ദൈവിക സാന്നിധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാകാം അതിന് വലിയ വിലയില്ലാതെ പോയി. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ദയ എന്നും നിലനിൽക്കത്തില്ല. ദൈവത്തിൻ്റെ ദയയ്ക്ക് ഒരു പരിധിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വി cannot treat the holy things with contempt. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മഹാഭാഗ്യത്തിൻ്റെ മഹിമയെന്തെന്ന്, അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് നന്നായി നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് യോഗ്യമാകുന്ന വില നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നമ്മുടെ ജീവിതത്താൽ തെളിയിക്കപ്പെടുന്ന ഒരു ജീവിതം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നമുക്ക് ആ സംഭവങ്ങളെല്ലാം അറിയാം. നിങ്ങൾ ശമൂവേലിൻ്റെ പുസ്തകം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് വാസ്തവത്തിൽ ശമൂവേൽ പ്രവാചകനിൽ കൂടെ ദൈവം ചെയ്യുന്ന ആ ശുശ്രൂഷയുടെ ഫലം കണ്ടു തുടങ്ങുന്നത് 7-ാമത്തെ അധ്യായത്തിലാണ്. 7-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നതാകുന്ന വിഷയം എന്താ? യഹോവയുടെ പെട്ടകം 20 വർഷങ്ങൾ. വായിക്കാമോ 2-ാം വാക്യം? ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യം. പെട്ടകം കിര്യത്ത് യാരാമിൽ 20 സംവത്സരം തന്നെ കഴിഞ്ഞു. നോക്കുക, 20 വർഷങ്ങൾ. വായിച്ചു അടുത്ത വാക്യം. ഇസ്രായേൽ ജനമൊക്കെയും യഹോവയോട് വിലപിച്ചു. നോക്കുക, റെസ്റ്റോറേഷന്റെ 1-ാമത്തെ സ്റ്റെപ്പ്, യഥാസ്ഥാപനത്തിന്റെ 1-ാമത്തെ സ്റ്റെപ്പ് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നുള്ള ഒരു തിരിച്ചറിവാണ്. നമുക്ക് നഷ്ടപ്പെട്ടില്ല, കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന ചിന്തയാണെങ്കിൽ യഥാസ്ഥാപനം നടക്കുകയില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് 20 വർഷങ്ങൾ വേസ്റ്റഡ് ഇയേഴ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പം അവരെ യഹോവയോട് വിലപിച്ചു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ആ വാക്യങ്ങൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു 4 വരെ. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കളെയും. നോക്കുക, ശരിയായ മാനസാന്തരം എന്താ? ശരിയായ മാനസാന്തരം തുടങ്ങുന്നത് ഒരു ഇമോഷണൽ തലത്തിൽ, അതിന് സംശയമില്ല, അതാ തുടക്കം. എന്നാൽ ശരിയായ മാനസാന്തരം എന്നുള്ളത് ആ ഇമോഷണൽ തലത്തിൽ നിൽക്കുന്ന കാര്യമല്ല. അടുത്തതായിട്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാം? അവര് യഹോവയിങ്കലേക്ക്
തിരിഞ്ഞപ്പോൾ അവർ പല കാര്യങ്ങൾ ചെയ്തു. എന്താ ചെയ്തത്? അതുവരെ അവർ സേവിച്ച് വന്നവയെ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക, നീക്കിക്കളയുക. പ്രിയമുള്ളവരെ, എങ്ങനെയാ യഥാസ്ഥാനപ്പെടാൻ കഴിയുന്നത്? നിശ്ചയമായിട്ടും ഒരു പ്രസംഗമോ ഒരു പ്രത്യേക അനുഭവമോ അതൊക്കെ അതിന് കാരണമായി തീരുമെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ അവിടം കൊണ്ട് നിൽക്കുന്നതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായ ആ അനുതാപം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. നാം അവിടെ വായിക്കുന്നത് അവർ ആ പ്രതിഷ്ഠകളെയൊക്കെ നീക്കാൻ അവർ തയ്യാറായി. അന്ന് വരെ അവർക്ക് ഹാൻഡിയായിരുന്ന, അവർക്ക് പ്രയോജനപ്പെട്ടിരുന്ന ഈ പ്രതിമകളും ഈ വിഗ്രഹങ്ങളെയും എല്ലാം അവർ നീക്കിക്കളഞ്ഞ് അവരെ യഹോവയെങ്കിലേക്ക് തിരിഞ്ഞു. നമ്മൾ താഴോട്ട് അധ്യായം മുഴുവൻ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. എടുത്ത് വായിപ്പാൻ നമുക്ക് നേരെയില്ല. അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ താഴോട്ട് വായിക്കുന്നത് ഫിലിസ്തീയരുടെ കയ്യിൽ അകപ്പെട്ടു പോയിരുന്ന ആ സകല ടെറിട്ടറിയും അവരുടെ ആ സ്ഥലങ്ങളും ദൈവം അവർക്ക് മടക്കി കൊടുക്കുക. ആ പഴയ അവസ്ഥയിലേക്ക് ദൈവം അവരെ കൊണ്ടിരിക. അപ്പൊ യഥാസ്ഥാനപ്പെടുന്നതിന് തുടക്കം എന്താണെന്നറിയാമോ? ഒന്ന്, ശരിയായിട്ടുള്ളതാകുന്ന ഒരനുതാപം ഹൃദയത്തിൽ ഉണ്ടാകുകയും അനുതാപത്തിൻ്റെ ഫലമായി ചില പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് ദൈവം വാസ്തവത്തിൽ ഒരുവനെ റെസ്റ്റോർ ചെയ്യുന്നത്. ഇതില്ലാതെ ഒന്നും റെസ്റ്റോറേഷൻ നടക്കുകയില്ല. ഈ സ്റ്റെപ്പുകൾ എടുക്കാതെ വർഷത്തിലൊരിക്കൽ 5 ദിവസം ഉപവസിച്ചത് കൊണ്ടോ, വർഷത്തിലൊരിക്കൽ കുറച്ചു ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി നീക്കിവെച്ചത് കൊണ്ടോ ഒന്നും ജീവിതത്തിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളത് തിരിച്ചറിയണം. വാസ്തവമായിട്ടും നമുക്ക് ലഭിച്ചതാകുന്ന മഹാഭാഗ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞു നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്താണെന്നുമുള്ള തിരിച്ചറിവ് വന്ന് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുകയും നമ്മുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് വാസ്തവത്തിലുള്ള റെസ്റ്റോറേഷൻ, യഥാസ്ഥാപനം ജീവിതത്തിലുണ്ടാകുന്നത്. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വളരെ ഫെമിലിയറായിട്ടുള്ള ഒരു കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചിതമാകുന്ന ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 32 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങളാണ്. ആ വേദഭാഗങ്ങൾ നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വേദഭാഗങ്ങളാണ്. വളരെ പരിചിതമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ആ ഉപമയുടെ അർത്ഥമെന്തെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. സ്വർഗസ്ഥനാകുന്ന പിതാവിന് ആ പിതാവിൻ്റെ സ്ഥാന തുല്യനായിട്ട് ഈ ഭൂമിയിലെ പിതാവ് നിൽക്കുകയാണ്. തൻ്റെ ജനങ്ങളുടെ സ്ഥാനത്ത് ഈ 2 മക്കൾ നിൽക്കുകയാണ്. അത് വളരെ കൃത്യമാകുന്ന ചിത്രമാണ്. ഈ മക്കൾ ഇതിനു മുൻപ് ഈ പിതാവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. എന്നാൽ പിതാവുമായിട്ടുള്ള ശരിയായ ബന്ധമില്ലാത്ത മക്കളെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഒരു മകൻ അവൻ സഭയ്ക്കുള്ളിലെ പിന്മാറ്റക്കാരനാണ്, അകത്തെ പിന്മാറ്റക്കാരനാണ്. മറ്റവൻ അങ്ങ് പുറത്തുപോയ പിന്മാറ്റക്കാരനാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. കാരണം മൂത്ത മകൻ അപ്പനുമായിട്ടുള്ള ബന്ധം ചില ചട്ടങ്ങളും നിയമങ്ങളും കൊടുക്കവാങ്ങലിൻ്റെയും ബന്ധത്തിലാണ്.
അപ്പനുമായിട്ട് വലിയ സ്നേഹബന്ധമൊന്നുമില്ല. പിന്നെ അപ്പൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മകൻ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ദശാംശം കൊടുക്കണേ കൊടുത്തേക്കാം, പിന്നെ യോഗത്തിനൊക്കെ വന്നേക്കാം, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അത് വളരെ വ്യക്തതയോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇത്രകാലം നിന്നെ സേവിച്ചു, എന്നിട്ടും ഈ ദുർനടപ്പുകാരനാകുന്ന മകൻ വന്നപ്പം അവൻ്റെ മടങ്ങി വരവ് നീ ആഘോഷിക്കുക. നീ ഇത്ര കാലം എനിക്കൊരാടിനെ പോലും തന്നിട്ടില്ല. നോക്കണം, അപ്പനുമായിട്ടുള്ള അവൻ്റെ ബന്ധം ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ മകൻ്റെ അനുഭവത്തെക്കുറിച്ചും നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. എങ്ങനെയാണ് സ്വർഗസ്ഥനാകുന്ന പിതാവുമായിട്ട് ഒരു നല്ല ബന്ധം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയുന്നത്? അതിൻ്റെ വ്യക്തമാകുന്ന ചിത്രം ഈ ഉപമയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതിൻ്റെ 11 മുതൽ 16 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഈ അപ്പനുമായിട്ടുള്ള ബന്ധം ഇവന് നഷ്ടപ്പെട്ടതെങ്ങനെ. 2, ഈ അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി ഇവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്താ. ആ 2 കാര്യങ്ങൾ പ്രാരംഭമായിട്ടൊന്ന് പറഞ്ഞ് അവൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പല കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ മകൻ്റെ ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം വഷളായി തീർന്നത്? ഇവൻ ഈ കുടുംബത്തിലെ മകനാ, അതിന് യാതൊരു സംശയവുമില്ല. അപ്പനുമായിട്ട് അവന് രക്തബന്ധമുണ്ട്. ഈ കുടുംബത്തിലെ ഒരംഗമായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴും ആ രക്തബന്ധത്തിൽ കുടുംബത്തിലെ അംഗം തന്നെയാ. പക്ഷെങ്കിൽ അപ്പനുമായിട്ട്, പിതാവുമായിട്ട് അവന് ബന്ധമില്ല, അത് നഷ്ടപ്പെട്ടു പോയി. ഇതെങ്ങനെയാ സംഭവിച്ചത്? നാം ആ വേദഭാഗം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് സംഭവിച്ചത് ഈ പിതാവ് ഇവനെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടതൊന്നുമല്ല. നിന്നെ എനിക്ക് വേണ്ട, എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതല്ല. അല്ലെ അവൻ്റെ ഭാഗം കൊടുത്ത് അവനെ അങ്ങ് പറഞ്ഞൊഴിവാക്കിയതുമല്ല. പിന്നെയോ ഇവൻ പിതാവുമായിട്ടുള്ള ഇവൻ്റെ ബന്ധം നഷ്ടപ്പെടാൻ കാരണമായി തീർന്നത് അതിൻ്റെ ആ 11 മുതലുള്ളതാകുന്ന വാക്യം ശ്രദ്ധിച്ചാൽ 12ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവൻ പറയുന്നതാകുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കുന്നു. അവൻ പറയുകയാണ്, അപ്പ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഭവനത്തിൽ നിന്നും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഇവൻ അകറ്റപ്പെടുവാൻ കാരണമായി തീർന്നത് ഇവന്റെ തീരുമാനം തന്നെയാണ്, അവന്റെ ചോയ്സ് തന്നെയാണ്. പിതാവുമായിട്ടുള്ള ശരിയായ ബന്ധം ഇവന് നഷ്ടപ്പെട്ടത് അവന്റെ തെരഞ്ഞെടുപ്പാണ്. ഇന്നും അങ്ങനെ തന്നെയാ. ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം നമുക്കില്ലാത്തതിൻ്റെ കാരണം നമുക്കത് വേണ്ടാത്തത് കൊണ്ടാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. അത് വളരെ വ്യക്തതയോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ തന്നെ തെരഞ്ഞെടുക്കുക. ഇനിയും ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ ഒന്ന് നടത്താനായിട്ട് താല്പര്യപ്പെടുക. പിതാവിൻ്റെ സംരക്ഷണയിൽ അവന് കഴിയാൻ താല്പര്യമില്ല. പിതാവ് അവൻ്റെ കാര്യം ചെയ്യാൻ അവന് ഇഷ്ടമില്ല. അവൻ ഇൻഡിപെൻഡൻ്റ് ആകണം, തനിക്ക് തന്നെ കാര്യം ചെയ്യണം.
അത് അവൻ തെരഞ്ഞെടുത്തതാ. സ്വർഗത്തിലെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന സകല പിഴവുകളുടെയും കാരണം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിൽ എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയത് എന്താ കാരണം? നിങ്ങളുടെ അകൃത്യങ്ങളത്രേ. ഞാൻ അകന്നിരിക്കുന്ന ദൈവമല്ല, ഞാൻ അടുത്തിരിക്കുന്നവനാ. എനിക്ക് എൻ്റെ ജനത്തിൻ്റെ ഒപ്പം വസിക്കുന്നതാ താല്പര്യം. പക്ഷെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു ഈ ദൈവമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് വേണ്ട എന്ന്. ഈ മകന്റെ തെരഞ്ഞെടുപ്പ്. രണ്ടാമതായിട്ട് നമ്മൾ ആ വിഷയം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അപ്പൻ്റെ സന്നിധാനത്തിൽ നിന്ന് പോകാൻ അവൻ തെരഞ്ഞെടുത്തു. 2, പാപത്തിന് പിതാവുമായിട്ടുള്ള ബന്ധത്തിന് നൽകുന്നതിനേക്കാളും ഇമ്പം ലഭിക്കും എന്ന് ഇവൻ കരുതി. നമ്മൾ വായിക്കുന്നത്, അപ്പൻ്റെ സ്വത്ത് കൊണ്ടുപോയി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ഹി വേസ്റ്റഡ്. 13-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നു മാറുന്നത് പുറത്തേക്ക് നോക്കുമ്പോൾ ഇമ്പകരമായിട്ട് തോന്നും. പക്ഷെ ഒരിക്കൽ അവിടെ ചെന്ന് പെട്ട് കഴിയുമ്പോഴറിയാം, ആ സമയം മുഴുവൻ നീ വൃഥാവാക്കിയ സമയമാണെന്ന്, ഞാനും നിങ്ങളും വൃഥാവാക്കിയ സമയമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം പാപത്തിന് ഒരിക്കലും നമുക്ക് ആത്മീകമാകുന്ന സംതൃപ്തി, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തരാൻ കഴിയത്തില്ല. പാപം നമ്മെ വഞ്ചിക്കത്തേ ഉള്ളൂ. അവൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇവൻ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്തതുകൊണ്ട് ഇവൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒടുവിൽ എവിടെ ചെന്ന് അവൻ അധപ്പതിച്ചെന്നറിയാമോ? പന്നിയെ തീറ്റുന്നവനായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. യേശു കർത്താവ് പറയുന്നത് യഹൂദന്മാരോടാ പറയുന്നത്. യഹൂദനോട് ഈ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അവന് മനസ്സിലാകും കാര്യങ്ങളുടെ ശരിയായ ചിത്രം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്നത് അറയ്ക്കപ്പെട്ട അശുദ്ധമാകുന്ന ഒരു മൃഗമാണ്. യഹൂദന്മാരാരും തന്നെ പന്നികളെ മേയ്ക്കുകയില്ല, പരിപാലിക്കത്തില്ല. ജാതികളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവൻ എവിടെ ചെന്ന് പതിച്ചു? ഈ ഒരവസ്ഥയിൽ നിന്ന് അവൻ ഏറ്റവും അറയ്ക്കപ്പെട്ടതാകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ വീണു. പ്രിയമുള്ളവരെ, ദൈവിക സാന്നിധ്യത്തിൽ നിന്നും ദൈവിക കൂട്ടായ്മയിൽ നിന്നും വേർതിരിഞ്ഞു പോകുന്ന സകലരുടെയും അവസ്ഥ ഇതാ. ഏറ്റവും ഹീനമാകുന്ന, ഒരിക്കലും സന്തോഷം ലഭിക്കാൻ കഴിയാത്ത, ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പുറമേ സന്തോഷമുണ്ടാകാം, പുറമേ ലാഭമുണ്ടാകാം, പുറമേ കയ്യടി കിട്ടാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും നിനക്കുണ്ടാകുകയില്ല ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ഓടിപ്പോയാൽ. ഇത് ഈ മകൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാലൊരു കാര്യം മനസ്സിലാക്കണം, ആ അവസ്ഥയിൽ, പന്നിയെ തീറ്റുന്നതാകുന്ന അവസ്ഥയിൽ ആയാൽ
ആയിത്തീർന്ന ഒരുവനെ പോലും ദൈവത്തിന് യഥാസ്ഥാനപ്പെടുത്താൻ കഴിയും എന്നതാണ് ഈ ഉപമ നമുക്ക് നൽകുന്നതാകുന്ന പാഠം. ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മൾ എടുക്കേണ്ടതാകുന്ന സ്റ്റെപ്പുകൾ എന്താ? പ്രധാനപ്പെട്ട 3 ചിന്തകൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതാകുന്ന ഒരു വിഷയം, അവൻ്റെ അവസ്ഥയെക്കുറിച്ചും എല്ലാം നമുക്കറിയാം, അതുകൊണ്ടാണ് ഞാനത് വിവരിക്കാത്തത്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ സുബോധം വന്നിട്ട്, he came to his senses എന്നാ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ താനായിരിക്കുന്ന അവസ്ഥയുടെ ആ നികൃഷ്ടമാകുന്ന അനുഭവം എന്തെന്ന് ഇവൻ തിരിച്ചറിയുകയാണ്. അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഞാനിരിക്കുന്ന ഈ അവസ്ഥ എത്ര സ്റ്റുപ്പിഡാ, എത്ര ഭോഷത്വമാ, എത്ര ഹീനമായതാ. അത് തിരിച്ചറിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ്. പ്രിയമുള്ളവരെ, ശരിയാകുന്ന ദൈവിക കൂട്ടായ്മയിലേക്ക് വരാൻ ഒരുവന് കഴിയണമെങ്കിൽ ഒന്നാമത് അവന് തിരിച്ചറിയേണ്ടത് പാപവും അശുദ്ധമാകുന്ന ജീവിതവും എത്ര ഭയാനകവും എത്രയധികം നമ്മുടെ ജീവിതത്തിൽ അത് അപകടകരമാണെന്നും തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് റെസ്റ്റോറേഷൻ ഉണ്ടാകില്ല. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ഓൾ റൈറ്റ് ആണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, വി ആർ ഹാപ്പി. അങ്ങനെ പോകുന്ന ഒരാൾക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ആ ശരിയാകുന്ന സുബോധം, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയല്ല ദൈവത്തിന് പ്രസാദകരം. ദൈവമായിട്ടുള്ള ബന്ധം എനിക്ക് പുനഃസ്ഥാപിക്കണം. ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥ ഏറ്റവും അശുദ്ധമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവ് അവനുണ്ടാകുന്നതിനെ കുറിച്ചാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ്റെ പാപജീവിതത്തിനൊന്നും അപ്പച്ചനുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ അനുഭവിക്കുന്ന ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആനന്ദം തരാൻ കഴിയുകയില്ല എന്നുള്ളത് അവൻ തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിയാത്രത്തോളം കാലം ശരിയാകുന്ന യഥാസ്ഥാപനം സാധ്യമല്ല. നമുക്ക് മറ്റ് പലതുമായി ഇന്നും ഇമ്പകരമെങ്കിൽ ഇത് ഒരിക്കലും അട്രാക്റ്റീവ് ആകത്തില്ല. വിശുദ്ധ ജീവിതം ആകർഷകമാകുന്നത് ആർക്കാ? അശുദ്ധി എന്തെന്ന് തിരിച്ചറിയുന്നവനാ. അല്ലാത്തവർക്ക് എങ്ങനെയാ വിശുദ്ധ ജീവിതം ആകർഷകമാകുന്നത്? ലോകത്തിലെ പല കാര്യങ്ങളാണ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെക്കാളും ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദം തരുന്നതെങ്കിൽ അവനൊരിക്കലും റെസ്റ്റോർ ചെയ്യപ്പെടാൻ കഴിയത്തില്ല. അവനൊരിക്കലും യഥാസ്ഥാപനം സാധ്യമല്ല. കാരണം ലോകത്തിൻ്റെതാകുന്ന ആ കാര്യങ്ങളാണ് ഇപ്പോഴും ഇമ്പം. ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകം വായിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തെക്കാളും കൂടുതൽ മറ്റു പലതുമൊക്കെ വായിക്കുമ്പോഴാണ് തോന്നുന്നതെങ്കിൽ ഇതൊരിക്കലും അട്രാക്റ്റീവ് ആകത്തില്ല. എങ്ങനെ ആകുന്നേ? കാരണം അതാണ് ആനന്ദകരം. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥന, ദൈവവചനം ധ്യാനിക്കുക, ഇതൊക്കെ ആനന്ദം തരാറുണ്ടോ? അതോ ആ മൂത്ത മകൻ്റെ കോട്ട് ചെയ്യേണ്ടതിനങ്ങ് ചെയ്യുകയെന്നോ?
എങ്ങനെയും ചെയ്യാൻ വേണ്ടി അങ്ങ് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തില്ല? ഒരു സന്തോഷമില്ല. അപ്പനെ സേവിച്ചുകൊണ്ടിരിക്കുക. ദൈവം അതുമല്ല ആഗ്രഹിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവിക കൂട്ടായ്മ, ആനന്ദമാകുന്ന അനുഭവം. ഇത് വലിയൊരു ഗ്രീക്ക് പോലാണ് പലർക്കും തോന്നുന്നത്. എന്നാൽ നമ്മുടെ പാട്ടുപുസ്തകത്തിലെ പഴയ പാട്ടുകളൊക്കെ എടുത്തൊന്ന് പാടണം. ഒരു പാട്ടിങ്ങനെയാ: യേശു സന്നിധി മമ ഭാഗ്യം, യേശു സന്നിധി മമ ഭാഗ്യം, ക്ലേശം മാറ്റി മഹാ സന്തോഷമേകുന്ന, ക്ലേശം മാറ്റി മഹാ സന്തോഷമേകുന്ന യേശു സന്നിധി മമ ഭാഗ്യം. അതിൻ്റെ അടുത്ത വരി: പാപത്താൽ അശുദ്ധനായി തീരും സമയമതിൽ ദയമോടെ ഞാനണയുമ്പോൾ, താപ ഹൃദയമോടെ ഞാനണയുമ്പോൾ യേശു സന്നിധി മമ ഭാഗ്യം. ശുദ്ധാത്മാവനുദിനം എന്നുള്ളിൽ വസിച്ചെന്നെ, ശുദ്ധാത്മാവനുദിനം എന്നുള്ളിൽ വസിച്ചെന്നെ, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കൂ നേരമെപ്പോഴും, പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കൂ നേരമെപ്പോഴും യേശു സന്നിധി മമ. ഇത് ഭാഗ്യമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് മനസാക്ഷിയെ വഞ്ചിക്കാതെ പറയാൻ കഴിയുന്ന അനുഭവമാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. അതില്ലെങ്കിൽ യഥാസ്ഥാപനം ആവശ്യമാണ്. അതില്ലെങ്കിൽ യഥാസ്ഥാപനം ആവശ്യമാണ്. He came to his senses. അവന് സുബോധം വന്നു. പാപത്തിനോ ലോകത്തിനോ ഒന്നും തരാൻ കഴിയാത്ത ആനന്ദം അപ്പച്ചൻ്റെ സന്നിധാനത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പം അങ്ങോട്ട് പോകണമെന്ന് തോന്നി. അതുകൊണ്ടല്ലേ 84-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 10-ാം വാക്യം: അങ്ങയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാളും യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഇത് പറയാൻ നമുക്ക് കഴിയുന്ന ഒരനുഭവം ആ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹി കെയിം ടു ഹിസ് സെൻസസ്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. 2, മാനസാന്തരപ്പെട്ട് താഴ്മയോടെ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരാനുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അതാണ് 18 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിന് പറ്റിയതാകുന്ന പരാജയത്തിന് അവൻ വേറെ ആരെയും പഴിചാരാനൊന്നുമല്ല ശ്രമിക്കുന്നത്. ഇന്നത്തെ കുഴപ്പം എന്നാണെന്നറിയാമോ? നമുക്കെല്ലാത്തിനും ന്യായീകരണമുണ്ട്. നാം ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ആകുന്ന സകല കാര്യത്തിനും ന്യായീകരണമുണ്ട്. അതുതന്നെ നമ്മുടെ വീഴ്ചയുടെ ഏറ്റവും മാനസാന്തരപ്പെടാൻ നമ്മൾ ഒരുക്കമല്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് തുടങ്ങിയത് എവിടാന്നറിയാവോ? തുടങ്ങിയത് ഏതൻ തോട്ടത്തിലാണ്. സ്ത്രീയോട് ചോദിച്ചു, നീ ഇത് തിന്നു. പക്ഷെ ഞാനെന്നാ ചെയ്യാനാ? പാമ്പ് വന്ന് തന്നു. പുരുഷനോട് ചോദിച്ചു, നീ ഇത് ചെയ്തു. പക്ഷെ ഞാനാണോ ഉത്തരവാദി?
നീയല്ലേ ഉത്തരവാദി. കാരണം നീ എൻ്റെ കൂടെ തന്ന, ഇവള് തന്നു, പിന്നെ തിന്നാതിരിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ഇതൊരു ശരിയായ പോക്കല്ല. നമ്മുടെ കുറവുകൾക്ക്, നമ്മുടെ പിഴവുകൾക്ക്, നമ്മുടെ വീഴ്ചകൾക്ക് ന്യായീകരണം കണ്ടെത്തുന്നവൻ മടങ്ങി വരാൻ പറ്റുകയില്ല. അവന് മാനസാന്തരപ്പെടാൻ നോക്കിയല്ല, അവൻ യഥാസ്ഥാനപ്പെടാൻ നോക്കിയല്ല. പിന്നെ നമ്മുടെ പിഴവുകൾക്ക് ന്യായീകരണം കണ്ടെത്താതെ പറയാൻ തൻ്റെ ഇടം ഉണ്ടാകണം, പുരുഷത്വം ഉണ്ടാകണം. ഐ ഹാവ് സിൻഡ്, ഞാൻ പാപം ചെയ്തു. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചേ. അപ്പാ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു. എൻ്റെ പിയർ പ്രഷർ അല്ല കാരണം. ഐ ഹാവ് സിൻഡ്, ഞാനാ പാപം ചെയ്തത്. പ്രിയരെ, ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ മനസ്സുള്ളവനെ കൈ നീട്ടി സ്വീകരിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഒരുക്കമാണെന്നാണ് താഴോട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ? താഴോട്ട് നോക്കുമ്പോൾ ഈ പിതാവിൻ്റെ ആ സ്നേഹ വായ്പ, യേശു കർത്താവ് പറയുന്ന ഉപമയിൽ അസാധാരണമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടു, പന്നിയെ തീറ്റുക എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ ചെവികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. രണ്ടാമത്തെ ഒന്ന് അസാധാരണമാകുന്ന കാര്യം, ഈ പിതാവ് ഈ മകനെ കാണുമ്പം ഓടിച്ചെല്ലുകയാണ്. അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമല്ലത്. ഒരു മകൻ്റെ അടുത്തേക്ക് ഒരു പിതാവ് ഓടിച്ചെല്ലുന്നത് ഒരു കുലീനനാകുന്ന പിതാവിൻ്റെ അഭിമാനത്തിന് നിരക്കുന്നതായിട്ട് അവർ കരുതുന്നില്ല. കുലീനനാകുന്ന പിതാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? അവിടെ ഇരിക്കും, മക്കൾ ഇങ്ങോട്ട് വരണം. ഇവിടെ ഈ ഉപമയിൽ യേശു കർത്താവ് പറയുന്ന കാര്യം എന്താ? ഒന്ന്, ഈ മകൻ വരുന്നത് കാത്തിരിക്കുന്ന ഒരു പിതാവ്. കാരണം ദൂരവേ വെച്ച് തന്നെ ഈ മകനെ ഈ പിതാവ് കാണുകയാണ്. മാത്രമല്ല, അവനെ കണ്ട മാത്രയിൽ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്യുക. പ്രിയരെ, നമ്മൾ ആ താഴോട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ പറയുന്നതാകുന്ന വാക്കപ്പ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നമ്മൾ താഴോട്ട് വായിക്കുന്നത് എന്താണെന്നറിയാമോ? അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അവൻ യഥാസ്ഥാനപ്പെട്ടു. എന്നാൽ സ്വയനീതിയിൽ ഞാൻ ഓൾ റൈറ്റാണ്, ഞാൻ പിതാവിനെ സേവിക്കുന്നവനാണ് എന്ന് കരുതി ജീവിച്ചവൻ അവൻ്റെ സന്തോഷമില്ലായ്മയിൽ തുടരുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു ഫെമിലിയറായിട്ടുള്ളൊരു സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു മകൻ പിതാവിനെ പ്രകോപിപ്പിച്ച് ഇറങ്ങിപ്പോയ ഒരു മകൻ ഒരു ദിവസം പിതാവിനൊരു ലെറ്റർ കിട്ടുന്നു, ഞാൻ മടങ്ങി വരികയാണ്, പിതാവിനെ കൈക്കൊള്ളുമെങ്കിൽ അതിനടയാളമായിട്ട് വീടിൻ്റെ പുറത്തുള്ള ഒരു മരത്തിൽ നിറയെ നല്ല ഒരു റിബൺ കെട്ടിയിടണം. അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും പിതാവിനോട് ക്ഷമിച്ചു. ഈ സ്നേഹവാനാകുന്ന പിതാവിനെ കുറിച്ച് ആ സ്റ്റോറിയിൽ നമ്മൾ വായിക്കുന്നത്, ആ പിതാവ് ഒരു റിബൺ അല്ല കെട്ടിയത്, ആ മരം മുഴുവൻ. കാരണം ബൈ ചാൻസ് ഒന്ന് കെട്ടിയിട്ടാൽ ഇവൻ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. പ്രിയമുള്ളവരെ, സ്വർഗസ്ഥനാകുന്ന പിതാവ് ഇങ്ങനെയാണ് നമ്മെ കരുതുന്നത്. സ്വർഗസ്ഥനാകുന്ന പിതാവിന് നമ്മോടുള്ള പ്രീതി വാത്സല്യം അതാ. നാം ഇങ്ങനെ തുടരാനല്ല പിതാവ് ആഗ്രഹിക്കുന്നത്. കാരണം അനേകരുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ, സർവത്തിൻ്റെയും കാരണഭൂതനായവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ഈ അപ്പച്ചൻ സ്നേഹ കൂട്ടായ്മ ആഗ്രഹിച്ചിട്ട്
അതിന് തെരഞ്ഞെടുത്തത് സാധുക്കളാകുന്ന നമ്മളെയാണെങ്കിൽ നമുക്കതിനെന്ത് യോഗ്യതയുണ്ട്? ഈ അപ്പച്ചൻ ആ സ്നേഹ കൂട്ടായ്മ താല്പര്യമുള്ളവനാ. പക്ഷെങ്കിൽ നാം അകന്നു പോകുകയാണ്. നാം യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രബോധനമാണ് യഥാസ്ഥാനപ്പെടുവിൻ. സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മെ സ്വീകരിപ്പാൻ ഒരുക്കുക, നമ്മെ മാറ്റുവാൻ, നമുക്ക് വ്യത്യാസം വരുത്തുവാൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യബോധം തരുവാൻ സ്വർഗത്തിലെ അപ്പച്ചന് താല്പര്യമാ. പക്ഷെങ്കിൽ നമ്മുടെ അവസ്ഥ സമ്മതിച്ച് നാം നമ്മുടെ കുറവുകളെ, പാപത്തെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ റെസ്റ്റോർ ചെയ്യും. സഹോദരന്മാരെ, ബി റെസ്റ്റോർഡ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള ഒരു യഥാസ്ഥാപനം നമുക്കുണ്ടാകേണ്ടതിന് ദൈവപാദപീഠത്തിൽ നമ്മെ തന്നെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ, ഒരാൾക്ക് ദയവായി